പാലക്കാട് കോൺഗ്രസിലെ വിമത സ്വരമാണ് എ.വി. ഗോപിനാഥ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗോപിനാഥിൻ്റെ നിലപാടുകളും നിർണായകമാണ്. എന്തായാലും എ.വി. ഗോപിനാഥ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലമൊക്കെയായി വലിയ വിവാദങ്ങളൊക്കെ ഒരുപാടുണ്ടായതാണ്. ഈ പെരിങ്ങോട്ടുകുറിശി മാത്രമല്ല, കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലയിൽ തന്നെ താങ്കൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ പലപ്പോഴും കഴിയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും അങ്ങനെ തീരുമാനമുണ്ടോ? ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നു, പക്ഷേ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് താങ്കൾ പോയിട്ടുമില്ല. എന്താണ് നിലപാട്? കോൺഗ്രസിൽ നിന്ന് എന്നെ പുറത്താക്കിയതാണ്. കോൺഗ്രസ് പാർട്ടിക്ക് എന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കിയതാണ്. പിന്നെ കോൺഗ്രസിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്, കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, കോൺഗ്രസിനെ എങ്ങനെ ജയിപ്പിക്കുക, അതൊന്നും എന്നെ സംബന്ധിച്ചൊന്നും ഒരു ചർച്ചാ വിഷയമേ അല്ല. പക്ഷേ പാലക്കാട് ജില്ലയിൽ വലിയ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് സമാന ചിന്താഗതിക്കാരും ഉണ്ടെന്ന് എനിക്കറിയാം. അവരുമായി ആശയവിനിമയം നടത്തി വരികയാണ്. നമുക്കൊരു തെരഞ്ഞെടുപ്പിൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയണം. കാരണം എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് എന്ത് വളർച്ചാൽ തീരുമാനിക്കാം. എൻ്റെ പാർട്ടിയിൽ ചേർന്നു. ഇതൊരു നയപരമായ വിഷയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളുടെ ചോദ്യം ഇപ്പോൾ ഞങ്ങളെല്ലാ വാർഡുകളിലും പെരുങ്ങോട്ടുകൃഷി സംബന്ധിച്ചാണ്. ഇതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് ഇപ്പോൾ പെരുങ്ങോട്ടുകൃഷിയാണല്ലോ ഒരു വിവാദമായി എല്ലാറ്റിലും കിടക്കുന്നത്. പെരുങ്ങോട്ടുകൃഷിയിലെ എല്ലാ വാർഡുകളിലും ജനങ്ങളെ കണ്ട് എന്താണ് കോൺഗ്രസിൽ 63 കൊല്ലം നമ്മൾ പ്രവർത്തിക്കാനുള്ള കാരണം, അവസാന നിമിഷത്തിൽ ബാല്യകാലം മുഴുവൻ ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞു, ഈ അവസാന നിമിഷം കോൺഗ്രസ് എന്തിനാണ് എന്നെ പുറത്താക്കിയത്, അത് ഞങ്ങൾ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകളുടെ പ്രാതിനിധ്യം എല്ലാ യോഗത്തിലുണ്ടാകും. അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ 4-5 വാർഡ് കഴിഞ്ഞു. അവരിൽ നിന്ന് കുറേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്ത് പറ്റിയെന്നുള്ളൊരു പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയില്ലെങ്കിലും ഞാൻ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയും. ഞാൻ പൊതുരംഗം വെറും രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ മാത്രം കൊണ്ടുവരാനല്ല, ജനങ്ങളെ സേവിക്കുക. അതിനൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് കോൺഗ്രസുമായി ഞാൻ മുന്നോട്ട് പോയി എന്നൊരു വസ്തുതയാണ്. പക്ഷെ കോൺഗ്രസിന് എന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ വേറൊന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല. അപ്പം ജനങ്ങളുമായി ആശയവിനിമയം നടത്തി അവരുടെ അഭിപ്രായം എന്താണ്, ഏത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കണം. ഇപ്പം എന്തായാലും കോൺഗ്രസിനൊപ്പം എ.വി. ഗോപിനാഥ് ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ. അതിന് പ്രസക്തിയിൽ എന്നെ വേണ്ട. ഞാൻ കോൺഗ്രസ് നിന്ന് പോയത്, കോൺഗ്രസ് നിന്ന് രാജിവെച്ച് 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെയും കോൺഗ്രസിൽ വരരുത് പറഞ്ഞ് പുറത്താക്കിയതാണ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് 2 വർഷം ഞാൻ പാർട്ടിയല്ലാതെ മെമ്പർഷിപ്പ് ഇല്ലാതെ നിൽക്കുമ്പോഴും പുറത്താക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. പിന്നെ എങ്ങനെ എനിക്ക് ഇനി കോൺഗ്രസിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും? കൂടെ നിൽക്കുന്ന ആളുകൾ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്നുണ്ടോ? അതൊക്കെ നമുക്കിപ്പം എന്താണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തെളിഞ്ഞു വരുമല്ലോ. ഇപ്പം നമ്മൾ ആരെയും നിർബന്ധിച്ച് നിങ്ങൾ ഇന്നാളുടെ കൂടെ നിൽക്കണം, ഇന്നത് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, പറയാനും ആഗ്രഹിക്കുന്നു. പക്ഷേ പാലക്കാടത്തിലെ ജനങ്ങൾക്ക്, പാലക്കാട്ടിലെ പാർട്ടി പ്രവർത്തക ജനങ്ങൾക്കും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയും. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനും വലിയ വിദ്വാനൊന്നുമല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. ഇവിടെ ആലത്തൂർ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ ജയിക്കാനാണോ സാധ്യത? രാഷ്ട്രീയ സാഹചര്യം എനിക്ക് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ രാധാകൃഷ്ണൻ ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് എന്നുള്ളൊരു അഭിപ്രായം സാധാരണ ജനങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് അങ്ങനെ പ്രതിഫലിക്കുന്നുള്ളത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ എന്തായാലും കോൺഗ്രസിനൊപ്പമായിരിക്കില്ല, രാധാകൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിലായിരിക്കും ഒരു പക്ഷേ തീരുമാനം ഉണ്ടാകുക, അല്ലേ? അല്ല, അങ്ങനെയല്ല. ഇപ്പം ഞാൻ രാധാകൃഷ്ണന് വേണ്ടിയിട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും പറയുന്നില്ല. കോൺഗ്രസിലേക്ക് ഏതായാലും ഞാനില്ല. പിന്നെ ഈ 16 വാർഡുകളിലും ഞങ്ങൾ പോയി മനസ്സിലാക്കി അതിന്ന് ഒരു ആശയം രൂപീകരിച്ചെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് കോൺഗ്രസിലേക്ക് ഇല്ല പറഞ്ഞാൽ ആരെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ, അല്ലാതെ മൗനമായി ഇരിക്കാൻ കഴിയില്ല. മൗനമായിരുന്നൊരു ശീലം എനിക്ക് കുട്ടിക്കാലം മുതൽ ഇല്ലേനും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. ഞങ്ങൾ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതെപ്പോഴാണ്? അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകാൻ തന്നെയാണോ തീരുമാനം? ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകും. തെരഞ്ഞെടുപ്പ് രംഗത്ത് മൗനമായി ഇരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അത് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയായിരിക്കില്ല. അതെങ്ങനെ പറ്റുക? UDFന് ഉണ്ടാക്കിയാൽ എന്നെ വീണ്ടും പുറത്താക്കില്ലേ? കോൺഗ്രസ് നിന്ന് പുറത്താക്കി വീണ്ടും ഞാൻ കോൺഗ്രസിനാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ പിന്നെ എന്നെ KPC പ്രസിഡന്റ് പുറത്താക്കും.
അപ്പോൾ അത്തരം സാഹചര്യം അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കാൻ ഞാൻ UDF പ്രവർത്തിക്കാതെ മറ്റ് കക്ഷികൾ പ്രവർത്തിക്കുന്നതാണല്ലോ എൻ്റെ സാമാന്യ ബുദ്ധി. അതാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ആ തീരുമാനം എപ്പോഴാണ് ഇനിയിപ്പോൾ ഈ കൂടെയുള്ള ആളുകളുമായി അല്ലെങ്കിൽ ഈ പിന്നെ താങ്കളെ പിന്തുണയ്ക്കുന്ന ആളുകളുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണോ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുക? അതൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ജില്ലയിൽ ബന്ധപ്പെടാവുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ സോഴ്സിലൂടെ UDF വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകും എന്നിപ്പോൾ 100% ഞാൻ പറയുന്നില്ലെങ്കിലും, UDF വിരുദ്ധ നിലപാട് ഞാൻ സ്വീകരിക്കുന്നത് ഇപ്പോൾ പറയുന്നില്ലെങ്കിലും, കോൺഗ്രസിന് എനിക്ക് പറ്റില്ലല്ലോ. കോൺഗ്രസ് വിരുദ്ധ നിലപാട് എനിക്ക് സ്വീകരിക്കണ്ടേ ഇനി. അതുകൊണ്ട് ഞാൻ UDFനെതിരാവുന്നൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടി എന്നോട് ഇത് ലോകത്തെ ആദ്യത്തെ ഒരു സംഭവമല്ലേ, രാജിവെച്ച് 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഒരാളെ പുറത്താക്കുക എന്നുള്ളത് ലോക ചരിത്രത്തിൽ ആദ്യത്തേന്. അത് രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതേണ്ടി വരും എന്നെക്കുറിച്ച്. ഇനി 2 വർഷം മുമ്പ് രാജിവെച്ച് പിന്നെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ ആ KPCCയുടെ അന്തസ്സിനെക്കുറിച്ചും ഭരണഘടനാ വൈഭവത്തെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ചെറുപ്പം മുതലേ തന്നത് തിരിച്ചു കൊടുത്ത് ശീലമുള്ള ഒരാളാണ് ഗോപി. അത് തെരഞ്ഞെടുപ്പ് കൊടുക്കണമല്ലോ, ആ മര്യാദ ഞാൻ കാണിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എങ്ങനെയാണ് പൊതുവെ നിങ്ങൾ വിലയിരുത്തുമ്പോൾ? അപ്പോൾ അവരെ വ്യക്തിപരമായി നമുക്ക് കുറ്റപ്പെടുത്താനൊന്നുമില്ല. രമ്യ ഹരിദാസ് പാർലമെന്റ് മെമ്പറായി ഞങ്ങളൊക്കെ അന്ന് ആത്മാർത്ഥമായി രമ്യയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. ഇപ്പം അത് ചെയ്യാൻ കഴിയാത്ത ഞങ്ങൾക്ക് വിഷമമുണ്ട്, കാരണം പുറത്താക്കിയില്ലേ, ഇനി എങ്ങനെ ചെയ്യാൻ പറ്റുക? രാധാകൃഷ്ണന്റെ വിജയം അനിവാര്യമാണ് എന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലേ? നിലപാട് അങ്ങനെയല്ലേ? ഇപ്പൊ എനിക്ക് രാഷ്ട്രീയമില്ലാത്തതുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും വന്നുകൊണ്ടിരിക്കുന്നു. അതും തന്നെ നമുക്കൊരു ഒരു ഒരു പഠനം നടത്താൻ കഴിയും. ഇതെവിടേക്കാണ് പോകണമെന്ന് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. രമ്യ വന്നു പോയി എന്നെ 2 തവണ കണ്ടു. നല്ല ബന്ധങ്ങൾ, ഒരു ബന്ധത്തിനും ഉലച്ചിൽ പറ്റാതെ എൻ്റെ രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന നിങ്ങളെ പുറത്താക്കും പാർട്ടിയുടെ അച്ചടക്കം ഭരണഘടന പ്രകാരം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളുടെ കൂടെ ഒരു MP സ്ഥാനാർത്ഥി മത്സരിച്ചാൽ അവരും പുറത്താക്കേണ്ടി വരും. അവസാനം കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയുടെ ഉണ്ടാവും ഞാൻ ഇറങ്ങിയാൽ. അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് എൻ്റെ ഒരു ആഗ്രഹമുള്ളൂ, എൻ്റെ ഒരു ആവശ്യമുള്ളൂ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലാതിരുന്നാലുള്ള ആപത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാം ജനാധിപത്യത്തിൽ. അപ്പം ഞാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കൂടെ പോയാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പുറത്താക്കണം. അപ്പോൾ രമ്യയ്ക്ക് വേണ്ടി ഞാൻ വലിയൊരു ത്യാഗം അനുഭവിക്കാൻ പോകുന്നു. ആ ഒരു പ്രശ്നം LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നതിൽ ആ ഒരു പ്രശ്നമല്ലല്ലോ. ഇല്ലല്ലോ. LDFന് വേണ്ടിയിട്ടോ BJPക്ക് വേണ്ടി ഏത് കക്ഷിക്കും ഞങ്ങളുടെ തീരുമാനിച്ച് ഞങ്ങൾക്ക് പോകാം. കാരണം കോൺഗ്രസിൽ പോയാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഭരണഘടന പ്രകാരം പുറത്താക്കേണ്ടി വരും. അത് ഒഴിവാക്കേണ്ടത് എൻ്റെ ഒരു സാമാന്യ ബാധ്യത ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് LDFന്റെ കൂടെ പോകേണ്ടി വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷിയുടെ കൂടെ പോകേണ്ടി വരാം. എങ്കിൽ മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെ രക്ഷപ്പെടുള്ളൂ. അങ്ങനെയാണെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചാരണം എപ്പോഴാണ് തുടങ്ങുക? പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കട്ടെ, സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ കൊടുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു രൂപം വെളിപ്പെടുത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും AV ഗോപിനാഥ് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസ് വിരുദ്ധ ചേരിയിൽ തന്നെ അദ്ദേഹം ഉണ്ടാവും. LDFന്റെ പ്രചാരണത്തിന് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിന്റെ ചർച്ച അന്തിമഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് AV ഗോപിനാഥ് വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്.